ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാം, പ്ലം കേക്ക് അല്ല ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ വലിയ പ്ലം കേക്കിന്റെ ഫാനൊന്നും അല്ല കേട്ടോ. എനിക്ക് വലിയ വലിയ ഇഷ്ടമല്ല. പക്ഷേ ചിലരുണ്ടാക്കുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു കേക്കാണ് കേട്ടോ. ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കഴിക്കാൻ. അപ്പോൾ വേഗം ഉണ്ടാക്കിയാൽ ആദ്യം കുറച്ച് ഡേറ്റ്സും വാൾനട്ടും കാഷ്യൂനട്ടും ഉണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയതാണ്. അത് കുറച്ച് മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു 3 മുട്ട അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിനകത്തോട്ട് അരക്കപ്പോളം പൊടിച്ച ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്, ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. അതും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാനില എസൻസ്, പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ 2 ബാച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടുക, ഗ്രേറ്റ് ചെയ്ത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇടുക, പിന്നെ കുറച്ച് പട്ട പൊടിച്ചത് കേട്ടോ. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പിന്നെ ഒരു ട്രെയിൽ ബട്ടറൊക്കെ ഇട്ട് മൈദയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇത് കുക്കറിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, നന്നായിട്ട് കേക്ക് വരും. പിന്നെന്താ പറയുക, കുറച്ച് ചെറിയും പൗഡർ ഷുഗറും ഒക്കെ ഇട്ട് ഞാൻ 4 കൊലപ്പണികൾ നടത്തിയിട്ടുണ്ട്.